ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. കൊണ്ടോട്ടി കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 25-ലധികം റോബോട്ടിക് പ്രൊജക്ടുകളും റോബോട്ടിക് ഗെയിമുകളും എക്സ്പോയിൽ ആകർഷകങ്ങളായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ഓറിയന്റേഷൻ ക്ലാസുകളും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് കാർട്ട് റോബോട്ട്, ലൈറ്റ് ഫ്ലവർ റോബോട്ട്, സ്മാർട്ട് ബോട്ട്, ഹാൻഡ് കസ്റ്റർ റോബോട്ട്, മിക്കി റോബോട്ട്, മാഗ്നറ്റിക് റോബോട്ട്, സ്പൈഡർ റോബോട്ട് തുടങ്ങിയ 50-ലധികം റോബോട്ടിക് ആശയങ്ങൾ മേളയിൽ ശ്രദ്ധേയമായി. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഇന്റർവെല്ലിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഈ 6 വർഷത്തിനിടയ്ക്ക് ഏകദേശം 35,000-ലധികം കുട്ടികൾക്ക്, ഏകദേശം 38 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഇന്റർവെല്ലിന് സാധിച്ചു. ഈ വിദ്യാഭ്യാസ യാത്രയിലാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ, ഈ ഒരു ടെക്നോളജിന്റെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് സജ്ജരാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് AI പോലത്തെ അല്ലെങ്കിൽ റോബോട്ടിക്സ് പോലത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള PPMHS കൊട്ടുകര സ്കൂളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു 2-ഡേ റോബോട്ടിക്സ് VR എക്സ്പീരിയൻസ് എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം 35ഓളം സ്കൂളിൽ നിന്നുള്ള 5000-ലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് എക്സ്പോ കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടുകര സ്കൂളിൽ പഠിക്കുന്ന 5000-ലധികം വിദ്യാർത്ഥികൾ ഇന്ന് എക്സ്പോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സിബിഷൻ മൂലം പലധികം ടെക്നോളജീനെ പറ്റി പഠിക്കാനും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടും മനസ്സിലാക്കി ചെയ്ത് പഠിക്കാനും, മെയിനായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീഡ്ബാക്കും എല്ലാം കൂടി വളരെ നന്നായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ ഒരു ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കാനും ഈ ഒരു എക്സ്പോ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഫീഡ്ബാക്ക് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്കോപ്പാണ്. ഈ ഒരു ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ളതിലും കുട്ടികൾക്ക് അതിനോടനുബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം. ഏകദേശം 25-ലധികം പ്രൊജക്ടുകളാണ്. അത് നമ്മളെ കുട്ടികൾ തന്നെയാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. വരുന്ന കുട്ടികൾക്കും അവർക്ക് ഇതിൻ്റെ ഈ മേഖലയിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയൊരു അറിവും കാഴ്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും എന്നുള്ള തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള ഒത്തിരി നൂതന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സ്കൂൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്റർവെൽ ലേണിംഗുമായി ചേർന്ന് നടത്തിയ മേളയിൽ 5 മുതൽ +2 വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത്. മേളയുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PM അനിൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് തയ്യാറാക്കിയ സപ്ലിമെന്റ് പ്രകാശനം സ്കൂൾ മാനേജർ M അബൂബക്കർ ഹാജി നിർവഹിച്ചു. പ്രിൻസിപ്പൽ K മുഹമ്മദ് ജലീൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KP ഫിറോസ്, ജനറൽ കൺവീനർ K മുഹമ്മദ് ഷംസാദ്, ഹെഡ്മാസ്റ്റർ P അവറാൻകുട്ടി, സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി KT അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKG SMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം.